CUET എക്സാം ബേസിക്സ് ഒന്ന് നോക്കിയാലോ. ഒന്നാമത്തെ കാര്യം എലിജിബിലിറ്റിയാണ്. ആർക്കൊക്കെ പരീക്ഷ എഴുതാൻ സാധിക്കും? +2 കഴിഞ്ഞ് ഏതൊരു വിദ്യാർത്ഥിക്കും CUET എക്സാം എഴുതാൻ പറ്റും. രണ്ടാമത് നമ്മൾ നോക്കേണ്ട കാര്യം പരീക്ഷയുടെ മോഡാണ്. CBT മോഡൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നമ്മൾ കമ്പ്യൂട്ടർ കൂടി ഓൺലൈനായിട്ട് പരീക്ഷ എടുക്കാൻ പറ്റണം. മൂന്നാമത് വരുന്ന കാര്യമാണ് പേപ്പർ. എത്ര പേപ്പേഴ്സ് ഉണ്ട്? ടോട്ടൽ 37 പേപ്പറുകളാണ് CUET വരുന്നത്. അതിൽ അങ്ങേയറ്റം ഒരു വിദ്യാർത്ഥിക്ക് 5 പേപ്പർ വീതം എടുക്കാൻ പറ്റും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ഡ്യൂറേഷനും. എല്ലാ പേപ്പറും യൂണിഫോം ആയിട്ട് 50 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. പരീക്ഷ എല്ലാം 1 മണിക്കൂറാണ് വരുന്നത്. സോ ദാറ്റ് ആ ഒരു യൂണിഫോമിറ്റി അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാർക്കിംഗ് സിസ്റ്റം. ശരി ഉത്തരത്തിന് 5 മാർക്കാണ് വരുന്നത്. തെറ്റിക്കഴിഞ്ഞാൽ -1 നെഗറ്റീവ് വരും. ആൻസർ എഴുതിയില്ലയോ മാർക്കൊന്നും പോകത്തില്ല. പിന്നെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ഷിഫ്റ്റിലായിട്ടായിരിക്കും പരീക്ഷ നടക്കുന്നതും. അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ടൗണിൽ നമുക്ക് പരീക്ഷ എഴുതാനും സാധിക്കും. സോ CUET എക്സാം നിങ്ങളെല്ലാം എഴുതേണ്ടതാണ്. ഇതേപോലെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഡു ഫോളോ അവർ ചാനൽ. താങ്ക്